KM ഷാജഹാന്റെ അറസ്റ്റ് ശരിക്കും CPM-നെ വിഷമ വൃത്തത്തിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ പാർട്ടി പുറത്താക്കിയവരെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സ്വയം വിരമിച്ചു പോയവരെ, പാർട്ടി വിട്ടുപോയവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന രീതി CPM-ന്റെ ഇന്ത്യയിലെ ചരിത്രത്തോളം തന്നെ അത്തരം കഥകൾ നിരവധി പറയാനുണ്ടാകും. അത് ഉയരങ്ങളിൽ നിന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എതിരെ ഉള്ള പാർട്ടിയുടെ ആക്രമണം വളരെ വലുതായിരിക്കും. അങ്ങനെ നമുക്ക് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ CPM-ലും നിരവധി മുഖങ്ങൾ CPM എന്ന പാർട്ടി പ്രത്യയശാസ്ത്രപരമായി അല്ലാതെ ശാരീരിക ആക്രമണങ്ങൾ നടത്തി ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്ത നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പ്രത്യയശാസ്ത്രപരമായി അല്ലാതെ വ്യക്തിപരമായി പാർട്ടി നശിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടവരിൽ KR ഗൗരിയമ്മയും TP ചന്ദ്രശേഖരനും MV രാഘവനും ഉണ്ടാകും. ഇപ്പോൾ ഇതാ ഒടുവിൽ KM ഷാജഹാനിൽ എത്തി നിൽക്കുന്നു CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ആക്രമണം. ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ വിഷയ കഥകൾ വരെ ചേർത്ത് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിഹത്യ തന്നെയാണ് ഇതിൽ പരമപ്രധാനമായി ഈ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഇത്രമാത്രം. KM ഷാജഹാൻ എന്ന വ്യക്തിയെ ഈ പറയുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പഴയ VS പക്ഷക്കാരായിട്ടുള്ളവർ ഒക്കെ തന്നെ CPM-ൽ നിന്ന് ഒരു വേള പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഇപ്പോൾ സജീവമല്ലാത്തവരോ VS പക്ഷക്കാർക്കൊക്കെ തന്നെ ഷാജഹാന്റെ അറസ്റ്റ് തെല്ലൊന്നുമല്ല വേദന ഉണ്ടാക്കിയിട്ടുള്ളത്. VS-ന്റെ മരണത്തിന് കിട്ടിയ ജനസമ്മതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി കണ്ണൂരിലെ കൊടികെട്ടിയ സഖാക്കൾ വരെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന അവസരത്തിൽ VS-നെ തൻ്റെ മാതൃകാ സഖാവായി, മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനായി മനസ്സിൽ എന്നും അവരോധിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന KM ഷാജഹാന്റെ അറസ്റ്റ് തെല്ലൊന്നുമല്ല CPM-ൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം KM ഷാജഹാൻ എന്ന വ്യക്തി കേവലം, അതായത് ഇന്ന് പുറത്തിറങ്ങിയ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ യൂട്യൂബർ എന്ന ഒരു വാചകത്തിൽ തലക്കെട്ടിൽ അദ്ദേഹത്തിനെ ഒതുക്കാൻ നോക്കുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം വരെ നിർവഹിച്ച വ്യക്തിയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിരവധി അറിയാക്കഥകൾ KM ഷാജഹാൻ അറിയാം. KM ഷാജഹാൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് വെറും ഒരു യൂട്യൂബർ അല്ല എന്ന് ഈ മുഖ്യധാര വാർത്താ മാധ്യമങ്ങൾ മനസ്സിലാക്കണം. അതായത് ഷാജൻ സ്കറിയ എന്ന മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിന്റെ പത്രപ്രവർത്തകനെ അദ്ദേഹത്തിന് പോലീസ് അദ്ദേഹത്തിന് മേൽ കേസ് ആരോപണം വരുമ്പോഴും അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം ചിലർ ആക്രമിച്ചപ്പോഴും വളരെ നിസ്സാരമായി യൂട്യൂബർ എന്ന ഒരു വാക്കിൽ ഈ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഷാജൻ സ്കറിയ നിരവധി പത്രങ്ങളിൽ, അതായത് ദീപിക പോലുള്ള ദിനപത്രത്തിൽ ലേഖകനായിരുന്ന ആളാണ്, അവിടുത്തെ സ്റ്റാഫ് റിപ്പോർട്ടറായിരുന്ന ആളാണ്. നിരവധി പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം ലേഖകനായിരുന്നു. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായ ശേഷമാണ് സ്വന്തമായി ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും ആരെയും ചുരുക്കി കാണരുത്. ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രീതിയിൽ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ KM ഷാജഹാൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് പിണറായിയെ കുറിച്ച് ചിലത് പറയാനുണ്ട്, അത് ഞാൻ കോടതിയിൽ പറയും എന്നുള്ളത്. അപ്പോൾ KM ഷാജഹാൻ കോടതിയിൽ പറയുന്നതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ആ അറസ്റ്റ് നാടകം അദ്ദേഹത്തിന്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് ഉള്ളൂര് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുമ്പോൾ ആ കിട്ടിയ മെമ്മറി കാർഡിലും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്ന സോഴ്സുകളും പോലീസ് അന്വേഷിച്ചു പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യങ്ങളും പോലീസിന് കേൾക്കേണ്ടി വരും. അതൊക്കെ തന്നെ ഈ പാർട്ടിയെ, CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകുന്നത് ആയിരിക്കും. ഒരു വേള VS പക്ഷത്ത് നിന്ന, VS-നോടൊപ്പം നിന്ന നിരവധി പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടിയിലെ പാർട്ടി അംഗത്വമുള്ളവർ ഈ പറയുന്ന ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഈ എന്തൊക്കെയായിരിക്കും തിരിച്ച് അവര് സ്വമനസാലെ തിരിച്ച് ഈ പാർട്ടിക്കെതിരെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഈ പറയുന്ന മെമ്മറി കാർഡിലും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോഴും നിരവധി രഹസ്യങ്ങൾ ഷാജഹാൻ എന്ന വ്യക്തിക്ക് ഈ പറയുന്ന പോലീസിനോട് പറയേണ്ടി വരും. അവസാനം പോലീസിന് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ടവർ ആരൊക്കെയാണോ അവരോടൊക്കെ ഈ അന്വേഷണം അധികം നീണ്ടുപോകണ്ട, നിങ്ങൾ തന്നെ നാറേണ്ടി വരും എന്ന
കാര്യം ഈ പാർട്ടിയുടെ മേലാളന്മാരോട് പറയേണ്ടി വരും. നാളിതുവരെയും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇങ്ങനെ പുറപ്പെട്ട് കേസും കോടതിയുമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ CPM-ന് ഈ കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരിക്കുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിപ്പുറം ഈ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത് സ്വയം വരുത്തിവെക്കുന്ന വേനകൾ തന്നെയാണ്. അതുകൊണ്ട് KM ഷാജഹാന്റെ മെമ്മറി കാർഡിലും KM ഷാജഹാൻ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന പോലീസും ഞെട്ടുന്ന രീതിയിൽ ഈ പറയുന്ന ഭരണത്തിനെതിരെ, ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ നിരവധി കാര്യങ്ങൾ ഈ പറയുന്ന KM ഷാജഹാൻ എന്ന വ്യക്തി വിളിച്ചു പറയും. അത് കേട്ട് ആദ്യം പോലീസ് അമ്പരക്കും, പിന്നീട് പോലീസ് അറിയിച്ച് ഈ ഭരണകൂടവും പേടിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അത്രയും വലിയ രഹസ്യങ്ങളാണ്. അതുകൊണ്ട് ആ രഹസ്യങ്ങളെ ഈ സർക്കാരിന് പേടിക്കേണ്ടി വരെ തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ്.